മലയാളികളുടെ മനസ്സിൽ ഒരു തീരാ നോവ് സമ്മാനിച്ച് ONV സാർ കടന്നുപോയിട്ട് ഇന്നേക്ക് 10 വർഷമാവുകയാണ്. മലയാളികളുടെ മനസ്സിൽ മുട്ടി വിളിച്ചതുപോലെയായിരുന്നു അദ്ദേഹത്തിൻ്റെ പേനയിൽ നിന്ന് നടന്നു വീണ ഓരോ വരികളും എന്ന് പറയാം. അദ്ദേഹത്തിൻ്റെ മകൻ ഇന്ന് നമ്മോടൊപ്പമുണ്ട്. സാർ, അച്ഛൻ്റെ ഓർമ്മദിനമാണ്. ഈ ദിനം അച്ഛനെ ഓർക്കുമ്പോൾ അറിയാം ഒരുപാട് വൈകാരികമായൊരു ദിനമായിരിക്കും ഇന്ന്. മനസ്സിലേക്ക് നിറഞ്ഞു വരുന്ന ഓർമ്മകൾ എന്തൊക്കെയാണ്? ഈ ഓർമ്മദിനത്തിൽ മാത്രമല്ല, അച്ഛനെ ഓർക്കാത്ത ദിവസമില്ല. പിന്നെ ഇങ്ങനെ നിരന്തരമായിട്ട് ഓർമ്മിച്ചുകൊണ്ടിരിക്കുന്നതും അച്ഛനെ ഓർമ്മപ്പെടുത്തുന്ന ഒരുപാട് അനുഭവങ്ങൾ അച്ഛനെ സ്നേഹിക്കുന്ന ഒരുപാട് പേരിൽ നിന്ന് അങ്ങനെയൊക്കെ കിട്ടുന്നതുകൊണ്ട് അച്ഛൻ്റെ വേർപാടിൻ്റെ ആ ഒരു ദുഃഖം, അതിൻ്റെ തീവ്രത അത്രയും അറിയാറില്ല. പലപ്പോഴും അച്ഛൻ പോയത് തന്നെ പോയിട്ടില്ല എന്ന് വിശ്വസിക്കാനാണ് എപ്പോഴും മനസ്സാഗ്രഹിക്കുന്നത്. ഏറ്റവും പ്രിയങ്കരം, എല്ലാം പ്രിയങ്കരമായിരിക്കും, എന്നാലും അതിൽ നിന്നൊന്ന് ചൂണ്ടിക്കാണിക്കാൻ പറഞ്ഞാൽ പെട്ടെന്ന്, അതിപ്പോൾ സിനിമയിൽ നിന്ന് എഴുതിയ പാട്ടുകളാവാം, അല്ലാത്ത കവിതകളാവാം, പെട്ടെന്ന് ചോദിച്ചാൽ ഏതാവും പറയുക? ബുദ്ധിമുട്ടാണെന്ന് പറയും. അപ്പം എന്നെ സംബന്ധിച്ചോളം എൻ്റെ വ്യക്തി ജീവിതത്തിൽ കൂടെ എനിക്ക് കിട്ടിയിട്ടുള്ള ചില അനുഭവങ്ങളുണ്ട്. അതിനോട് ചേർത്ത് വെച്ചാണ് ഞാൻ ആ പാട്ടിനെ കേൾക്കുന്നതും ഓർമ്മിക്കുന്നതും. അതുപോലെ തന്നെ കവിതകളൊക്കെ പിന്നെ ഞാൻ ഇപ്പോൾ അച്ഛൻ്റെ കവിതകളൊക്കെ ഗൗരവമായിട്ട് വായിച്ചു തുടങ്ങിയത് പിന്നെ അച്ഛനോട് കവിതകളൊക്കെ അതിന് സംഗീതം നൽകാനൊക്കെ പറഞ്ഞ് അങ്ങനെ അതിലൂടെ ഒരുപാട് സഞ്ചരിക്കേണ്ടി വരുമ്പോഴാണ് അതിൻ്റെ ആഴങ്ങൾ മനസ്സിലാവുന്നത്. അതുവരെ അത്രയും ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ടായിരുന്നില്ല. എനിക്ക് കോളേജിൽ അച്ഛൻ്റെ കവിത പഠിക്കാനുണ്ടായിരുന്നു. അപ്പോൾ പോലും പ്രത്യേകിച്ച് ഭൂമിക്കൊരു ചരമഗീതം, ഇതുപോലെയൊക്കെയുള്ള കവിതകൾ വായിക്കുമ്പോൾ ഒരു വല്ലാത്തൊരു അനുഭൂതിയാണ്. ഇപ്പോൾ ഭൂമിക്ക് ചരമഗീതം എഴുതിയിട്ട് ഏതാണ് 40-50 വർഷം ഉണ്ടായിരുന്നു. പക്ഷേ അത് ഇന്ന് വളരെ പ്രസക്തമാണെന്ന് തെളിയിച്ചുകൊണ്ടിരിക്കുകയാണ് പലതും. പാടി നടക്കാൻ ആഗ്രഹിക്കുന്ന, പെട്ടെന്ന് ഇടയ്ക്കിടയ്ക്ക് മനസ്സിൽ വരുന്ന, നാവിൻ തുമ്പിലുള്ള ഒരു പാട്ട് ഏതായിരിക്കും? അങ്ങനെ പാടി നടന്ന ഒരുപാട് പാട്ടുണ്ട്. എന്നാലും ഏറെ പാടിയത് ഇപ്പോൾ പ്രത്യേകിച്ച് ഞാൻ എൻ്റെ മകളോടൊപ്പം ഒരുപാട് പാടി നടന്നിട്ടൊരു പാട്ടുണ്ട്. ഉൾക്കടൽ എന്ന ചിത്രത്തിലെ ഒരു പാട്ട്, അതിൻ്റെ ഒരുപാട് ഹൃദയത്തോട് ചേർത്ത് നിർത്തുന്നൊരു പാട്ടാണിത്. ശരദിന്ദു മലർദീപനാളം നീട്ടി സുരഭില യാമങ്ങൾ ശ്രുതിമീട്ടി. അച്ഛനെ ഓർക്കുമ്പോൾ പെട്ടെന്ന് എന്താണ് അച്ഛൻ എന്നുള്ള ഒരു നിലയിൽ ഇവിടെ എഴുത്തുകാരൻ നിന്ന് മാറ്റി നിർത്തിയാൽ അങ്ങയ്ക്ക് അങ്ങയുടെ അച്ഛനെ കുറിച്ച് പറയാൻ എന്താണ്? വളരെ ചുരുക്കത്തിൽ പറയുകയാണെങ്കിൽ അച്ഛൻ ജീവിതത്തിൽ വലിയൊരു തണലായിരുന്നു, വഴികാട്ടിയായിരുന്നു. ഇത് രണ്ടും കൂടി ചേർന്നാണ്. തണെന്ന് പറഞ്ഞാൽ അച്ഛൻ പോയപ്പോഴാണ് പിന്നെ അച്ഛനില്ലാതായതിൻ്റെ ഒരു ഊഷ്മളതയൊക്കെ അറിയുന്നത്, അതിൻ്റെ ഒരു തീരാത്ത ഒരു ചൂടറിയുന്നത് അപ്പോഴാണ്. അച്ഛൻ ജീവിതത്തിൽ തന്നതിൽ ഏറ്റവും മുതൽക്കൂട്ടായി കരുതി, അല്ലെങ്കിൽ എന്നും ജീവിതത്തോട് ചേർത്ത് പിടിക്കണമെന്ന് കരുതിയ ഒരു ഉപദേശം അതെന്തായിരിക്കും അങ്ങേക്ക്? അച്ഛൻ എങ്ങനെ പറയാം, എൻ്റെ ഒരു ഇംഗ്ലീഷ് വാക്കാണ് അച്ഛൻ പറയുക, ഹ്യൂമിലിറ്റി ബി ദൈ ക്രൗൺ എന്നൊരു വാക്ക് എപ്പോഴും പറയാറുണ്ട്. അത് പിന്നെ അഹങ്കരിക്കാതെ മുമ്പോട്ട് പോവുക എന്നുള്ള ആ ഒരു സന്ദേശം അത് അച്ഛൻ പകർത്തി കാണിച്ചു തന്നിട്ടുണ്ട്, ഞങ്ങളോടൊക്കെ പറയാറുണ്ട്. എന്നെങ്കിലും അച്ഛൻ വീട്ടിലിപ്പം ഈ സിനിമാ ഗാനങ്ങളൊക്കെ എഴുതുന്നത് നമ്മൾ പറഞ്ഞല്ലോ, എഴുതി അത് സിനിമയിലൂടെ കേൾക്കുന്നതിന് മുൻപ് അച്ഛൻ എന്തെങ്കിലും ഇത് ഞാൻ എഴുതിയതാണ് എന്ന് പറഞ്ഞ് പാടി കേൾപ്പിക്കുകയോ പറഞ്ഞു കേൾപ്പിക്കുകയോ അങ്ങനെ എന്തെങ്കിലും? അത് തീർച്ചയായിട്ടും ഉണ്ട്. കാരണം ട്യൂൺ അനുസരിച്ചൊക്കെ എഴുതേണ്ടി വരുമ്പോൾ കിട്ടിയ ട്യൂണിനനുസരിച്ച് എഴുതിയിട്ട് അത് പാടി നോക്കുന്നത് ശരിയാവുന്നുണ്ടോ നോക്കുന്ന എന്നിലൂടെയാണ്. എനിക്ക് തന്നിട്ട് പറയും, നീ ട്യൂൺ കേൾക്ക്, എന്നിട്ട് ഇത് പാടി നോക്കുമെന്ന് പറയും. അങ്ങനെ എന്നെ കൊണ്ട് പാടിപ്പിക്കും. അങ്ങനെ ഇതൊരു ചലച്ചിത്രഗാനമായിട്ട് രൂപാന്തരപ്പെടുന്നതിന് എത്രയോ മുമ്പ് തന്നെ അച്ഛനുമായിട്ട് ഞാൻ ഇതിൻ്റെ കുറച്ച് വഴിയിലൂടെ സഞ്ചരിക്കാറുണ്ട്. എനിക്ക് കൂടുതലും അച്ഛൻ്റെ ശോകഗാനങ്ങളാണ്. അതെന്താ അറിയില്ല, അത് കൂടുതലും മനസ്സിൽ തട്ടുന്ന അതൊക്കെ ആയിരിക്കും. ONV കുറുപ്പ് എന്ന കവി അല്ലെങ്കിൽ ഗാനരചയിതാവ്, അദ്ദേഹം നമുക്കിടയിൽ ബാക്കി വെച്ചിട്ട് പോയ വരികളും പാട്ടുകളും ഈണങ്ങളും ഒക്കെ നമ്മുടെ മനസ്സിലുണ്ടാവും, നമ്മളോടൊപ്പം തന്നെ സഞ്ചരിച്ചു കൊണ്ടിരിക്കും. ഇനിയും കാലങ്ങൾക്കും അപ്പുറം നിന്ന് തിരിഞ്ഞു നോക്കുമ്പോഴും ONV കുറുപ്പ് ഇവിടെ സൃഷ്ടിച്ച് വെച്ചിട്ട് എഴുതി വെച്ചിട്ട് പോയതൊന്നും മാഞ്ഞു പോവില്ല. മലയാളികൾക്കുള്ളിൽ അല്ലെങ്കിൽ മലയാളികൾക്കിടയിൽ ആ മനുഷ്യൻ ഇങ്ങനെ ജീവിച്ചു കൊണ്ടേയിരിക്കും. നന്ദി.